ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈമുട്ട്, കാൽമുട്ട്, കാൽപാദം, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ ഡാർക്ക്നെസ് കുറച്ച് അധികമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ ആണ്, നമ്മളുടെ ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാർക്ക്നെസ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഉരുളൻകിഴങ്ങ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ച് കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഈ ഒരു റെമഡിക്ക് നമ്മൾ തൊലി കളഞ്ഞാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളമാകാൻ പാടില്ല, ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം മതി. അപ്പോൾ ഞാൻ ഒരു ഫുൾ പൊട്ടറ്റോ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ. ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രം മതി നമ്മൾക്ക് നമ്മളുടെ കയ്യിലും 2 കൈമുട്ടിനും അതുപോലെ തന്നെ കാൽമുട്ടിനും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മുടെ അരച്ചു കൊണ്ടുവന്ന പൊട്ടറ്റോയ്ക്കകത്തു നിന്ന് 2 ടേബിൾ സ്പൂണോളം 2 വലിയ ടേബിൾ സ്പൂണോളം പൊട്ടറ്റോ ജ്യൂസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർച്ച് ഏറ്റവും അടിഭാഗത്ത് അടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂണോളം നമ്മളുടെ പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടറ്റോ പ്യൂരി എന്ന് പറയാൻ കേട്ടോ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കടലമാവാണ്. കടലമാവ് എല്ലാവർക്കും അറിയാം അല്ലേ, സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കടലമാവ്. അപ്പോൾ അത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം കടലമാവ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ മഞ്ഞൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അത് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ, കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആണെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം. അപ്പം അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തേനാണ്. തേനെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലേ, നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് തേന്. അപ്പം നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു ഒരു ടീസ്പൂണോളം തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് വെച്ചാൽ തരിതരിയുള്ള പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നമുക്ക് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് തരും. നമ്മുടെ കൈമുട്ടിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു സ്ക്രബായിട്ട് നമുക്കിത് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളുടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് അല്ലേ, ഇത് സാരമില്ല, നമ്മൾ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ വൈറ്റനിങ്ങിന് അതുപോലെ നമ്മളുടെ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റവയാണ്. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ആ ഒരു റവയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക്നെസ് മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല കളർ വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു റവ. ഈ റവയുടെ നല്ല തരി പോലെ കിട്ടുവാണെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. അപ്പം നമ്മളൊരു സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് വരും. അപ്പോൾ ചിലർക്ക് അങ്ങനെ സ്ക്രബ് ചെയ്യുമ്പം ചെറുതായിട്ട് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ റവയൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മളുടെ കൈമുട്ടിന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രബ് പോലെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും നമ്മൾ നന്നായിട്ട് ചെറിയൊരു പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളാണെങ്കിൽ ഒരു 5-10 മിനിറ്റോളം നമ്മളിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. പിന്നെ ആണെങ്കിൽ കുറേ അധികം കറുപ്പുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു നാരങ്ങയുടെ തോട് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മളുടെ കൈയുടെ മുട്ടായാലും കാലിൻ്റെ മുട്ടായാലും അതുപോലെ അണ്ടർ ആംസ് ആണെങ്കിലും ശരി, നല്ലവണ്ണം ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു റെമഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.